നമസ്കാരം. ഞാൻ ഡോക്ടർ സന്ദീപ്, പീഡിയാട്രീഷ്യനാണ്. നമ്മുടെ പൾസ് പോളിയോ ഡേയുടെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുമ്പോൾ പാരൻസ് ഒരുപാട് സംശയങ്ങളുമായിട്ട് നമ്മളെ രാവിലെ ആകുമ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കുറച്ച് സാധാരണയായിട്ട് നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് നമ്മൾ കുട്ടിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ കുട്ടിക്ക് വാക്സിനേഷൻ്റെ കൂടെ പോളിയോ ഡ്രോപ്സ് കൊടുത്തിരുന്നു. IPV ഇഞ്ചെക്റ്റബിൾ പോളിയോ വാക്സിൻ. പൾസ് പോളിയോ ഡേയുടെ സമയത്ത് നമ്മൾ തുള്ളിമരുന്ന് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം കുട്ടിക്ക് അസുഖം വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പോളിയോ വൈറസിൻ്റെ ഒരു ട്രാൻസ്മിഷൻ നമ്മുടെ ചുറ്റുപാടും പോളിയോ വൈറസ് പടർന്നു പിടിക്കുന്നത് തടയാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 90 കിഡ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ പോളിയോ ബാധിച്ച കുട്ടികളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലാരും പോളിയോ ബാധിച്ച കുട്ടികളെയോ ഒന്നും കാണാറില്ല, സ്കൂളുകളിൽ കുട്ടികളില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ പോളിയോ കേസുകൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. പുതിയ കേസുകളൊന്നും വരുന്നില്ല, പോളിയോ വൈറസ് ഇൻഫെക്ഷൻ ആർക്കും വരുന്നില്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റീവായിട്ട് പോളിയോ വാക്സിൻ OPV കൊടുക്കുന്നു, ഇഞ്ചെക്റ്റബിൾ പോളിയോ കൊടുക്കുന്നു. അത് കൂടാതെ നമ്മൾ എല്ലാ വർഷവും പൾസ് പോളിയോ ഡേ എന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും 5 വയസ്സിന് താഴെയുള്ളവർക്ക് എല്ലാവർക്കും ഈ തുള്ളിമരുന്നൂടെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ വൈറസ് വരുന്നത് തടയാനും കൂടെ സഹായിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള പല രാജ്യങ്ങളിലും ഇപ്പോഴും പോളിയോ വൈറസുകളും പോളിയോ കേസുകളും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പോളിയോ വൈറസ് എത്താൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും പൾസ് പോളിയോ ഡേ എന്ന് കുട്ടികൾക്ക് വീണ്ടും ഈ പോളിയോ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ പൾസ് പോളിയോ ഡേ എന്ന് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. ന്യൂ ബോൺ ബേബീസിന് ഉൾപ്പെടെ, ജനിച്ച് ആദ്യത്തെ 28 ദിവസം വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ന്യൂ ബോൺ ബേബീസ് എന്ന് പറയുന്നത്. ജനിക്കുന്ന സമയത്ത് കുട്ടികളെ വീട്ടിൽ വിടുന്നതിന് മുമ്പേ അവർക്ക് OPV തുള്ളിമരുന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അവർക്കും ഈ ഒരു സമയത്ത് നമുക്ക് പോളിയോ വാക്സിൻ കൊടുക്കണം. ഈ റീസെൻ്റായിട്ട് വാക്സിനേറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് നമുക്ക് പോളിയോ വാക്സിൻ കൊടുക്കാമോ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കുട്ടിക്ക് റുട്ടീൻ വാക്സിനേഷൻ എടുത്തു. നമ്മൾ അതിനകത്ത് OPV, IPV നേരത്തെ പറഞ്ഞ പോലുള്ള വാക്സിൻസ് എല്ലാം കൊടുത്തതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോഴും വാക്സിൻ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾസ് പോളിയോ ഡേ അന്ന് നമ്മൾ നേരത്തെ കുട്ടിക്ക് വാക്സിൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് കുട്ടിക്ക് പൾസ് പോളിയോ വീണ്ടും 2 തുള്ളി പോളിയോ വാക്സിനോടെ കൊടുക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും അസുഖത്തിനുള്ള വാക്സിൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളോട് നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ചതാണ്, ഒരു കുട്ടിക്ക് നമ്മൾ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കുന്നു, പേവിഷബാധ പ്രിവെൻഷൻ്റെ വാക്സിൻ പട്ടിയോ പൂച്ചയൊക്കെ കടിച്ച് കഴിയുമ്പോൾ എടുക്കുന്നു, അല്ലെങ്കിൽ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം നമുക്ക് പോളിയോ വാക്സിൻ കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഈ കുട്ടികൾക്ക് കൊടുക്കാം. ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മൈനർ ഇൻഫെക്ഷൻ ഉള്ള സമയമാണ്, ചെറിയ പനി, ജലദോഷം, ചുമയൊക്കെ ഉള്ള ഒരു സീസണാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനിടയിലായിരിക്കും നമ്മുടെ പൾസ് പോളിയോ ഡേ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ കുട്ടിക്ക് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? മൈനർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, മൈനർ ഇൽനെസ് ഏതൊരു വാക്സിനും കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ കുട്ടിക്ക് ചെറിയൊരു പ്രശ്നം, പനി, ജലദോഷം, തുമ്മൽ, ചെറിയൊരു വയറുവേദന, ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചുറ്റുപാടുമുള്ള